Over the course of 1,000 years, the spiritual energy of heaven and earth gave birth to the Chaos Pearl. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്നത് 2019 ഇറങ്ങിയ നസ എന്ന ഇംഗ്ലീഷ് ആനിമേഷൻ മൂവിയാണ്. ആക്ച്വലി ഇതൊരു ചൈനീസ് ആണ്, എങ്കിൽ നമുക്കതിൻ്റെ ഇംഗ്ലീഷ് ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ആദ്യ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ വേർഡ്സിൻ്റെ അർത്ഥവും ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥവും നമ്മൾ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ അവസാനം വരെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. Over the course of 1,000 years. Over the course of 1,000 years. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓവർ ദ കോഴ്സ് ഓഫ് എന്നുള്ളത് ഒരു പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കണം ആദ്യം. അപ്പം അതിൻ്റെ അർത്ഥം വരുന്നത് ഇത്ര വർഷ കാലയളവിനുള്ളിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ഓവർ ദ കോഴ്സ് ഓഫ് 1,000 years എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ കാലയളവിൽ സംഭവിച്ചതാണെന്ന് പറയുന്നു. അതൊരു പ്രയോഗമാണെന്ന് മനസ്സിലാക്കിയാൽ മതിട്ടോ. ഒരു ഉദാഹരണം നോക്കാം അല്ലേ. ഹീ ചേഞ്ച് എ ലോട്ട് ഓവർ ദ കോഴ്സ് ഓഫ് 1 year. ഒരു വർഷ കാലയളവിനുള്ളിൽ അവനക്ക് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. The spiritual energy of heaven and earth gave birth to the Chaos Pearl. The spiritual energy of heaven and the earth gave birth to the Chaos Pearl. അതായത് ദ സ്പിരിച്വൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ശക്തി, ഒരു ആത്മീയ ഊർജം. ഓഫ് ഹെവൻ ആൻഡ് എർത്ത്, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ഒരു ആത്മീയ ഊർജം. ഗേവ് ബർത്ത്, ജന്മം നൽകി ടു ദ കയോസ് പേൾ, ഒരു പ്രത്യേകതരം മുത്തിന്. കയോസ് എന്ന് പറഞ്ഞാൽ കലഹങ്ങൾ, ബഹളങ്ങൾ, ആക്രമണങ്ങൾ എന്നർത്ഥത്തിലും, പേൾ എന്ന് പറഞ്ഞാൽ ഒരു രത്നം, മുത്ത് എന്നർത്ഥത്തിലൊക്കെയാണ് വരുന്നത്. അവിടെ നമുക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി നമുക്ക് അടുത്തിലേക്ക് കടക്കാം. Feeding off the sun and moon, its power grew at an unstoppable rate. Feeding off the sun and moon, its power grew at an unstoppable rate. സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഊർജ്ജം വലിച്ചെടുത്ത്, ഈ ഫീഡിങ് ഓഫ് എന്ന് പറഞ്ഞാൽ വലിച്ചെടുത്ത്, ദ സൺ ആൻഡ് ദ മൂൺ, സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഊർജ്ജം വലിച്ചെടുത്ത്, ഇറ്റ്സ് പവർ, അതിൻ്റെ പവർ ഗ്രൂ എന്ന് പറഞ്ഞാൽ വളർന്നു. ഗ്രോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ V1 ആണ്, ഗ്രൂ എന്ന് പറഞ്ഞാൽ V2 ആണ്. ഗ്രൂ എന്ന് പറഞ്ഞാൽ വളർന്നു, അറ്റ് ആൻ അൺസ്റ്റോപ്പബിൾ റൈറ്റ്, ആർക്കും തടയാൻ കഴിയാത്ത വേഗതയിൽ അത് വളർന്നു എന്നർത്ഥത്തിൽ. The divine and demonic life forces it absorbed fused together, making it unstoppable and no less hungry. The divine and demonic life forces, അതായത് ഡിവൈൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ ശക്തി, ഡിമോണിക് എന്ന് പറഞ്ഞാൽ തിന്മയുടെ ശക്തി. ദ ഡിവൈൻ ആൻഡ് ഡിമോണിക് ലൈഫ് ഫോഴ്സസ്, നന്മയുടെയും തിന്മയുടെയും ജീവശക്തികൾ. ഇറ്റ് അബ്സോർബ്ഡ്, അതിനെ വലിച്ചെടുത്തു. ആൻഡ് ഫ്യൂസ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത്, ഫ്യൂസ്ഡ് ടുഗദർ എന്ന് പറഞ്ഞാൽ ലയിച്ച് ചേർന്നു അല്ലെങ്കിൽ ഒന്നായി മാറി എന്നർത്ഥത്തിൽ. രണ്ട് കാര്യങ്ങൾ ഒരുകിച്ചേർന്ന് ഒന്നാകുന്നതിനെയാണ് നമ്മൾ ഫ്യൂസ്ഡ് എന്ന് പറയുന്നത്. അപ്പം ദ ഡിവൈൻ ആൻഡ് ഡെമോണിക് ലൈഫ് ഫോഴ്സസ്, നന്മയുടെയും തിന്മയുടെയും ജീവശക്തികൾ. ഇറ്റ് അബ്സോർബ്ഡ്, അതിനെ വലിച്ചെടുത്ത്, ഫ്യൂസ്ഡ് ടുഗദർ, ഒന്നായി ചേർന്നു. മേക്കിംഗ് ഇറ്റ് അൺസ്റ്റോപ്പബിൾ, എന്നിട്ടതിനെ എന്താക്കി മാറ്റി, അൺസ്റ്റോപ്പബിൾ, അതിനെ തടയാനാവാത്തതാക്കി മാറ്റി. ആൻഡ് നോ ലെസ് ഹംഗ്രി, അതുപോലെ തന്നെ വിശപ്പടങ്ങാത്തതുമാക്കി മാറ്റി. അതായത് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ആ വിശപ്പിനെയല്ല പറയുന്നത്, അതിന് ഊർജ്ജം ഇനിയും കിട്ടണം എന്നുള്ള ആർത്തി തീരാത്ത അവസ്ഥയാക്കി മാറ്റി എന്നാണ് അർത്ഥം വരുന്നത്. So my master, the supreme lord of heaven, sent my brother and I to put a stop to the chaos. So my master, the supreme lord of heaven, sent my brother and I to put a stop to the chaos. So my master, അതുകൊണ്ട് എൻ്റെ യജമാന്, അതാരാണ്? ദ സുപ്രീം ലോർഡ് ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ പരമാധികാരി. സെൻഡ്, അയച്ചു, മൈ ബ്രദർ, എൻ്റെ സഹോദരനും, ആൻഡ് ഐ, എന്നെയും അയച്ചു. ടു പുട്ട് എ സ്റ്റോപ്പ് ടു ദ കയോസ്, ആ കളഹങ്ങളൊക്കെ ഒന്ന് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് എന്നെയും എൻ്റെ സഹോദരനെയും അയച്ചു. ടു പുട്ട് എ സ്റ്റോപ്പ് ടു എന്നുള്ളതാണ് ഇവിടെ, അവസാനിപ്പിക്കാൻ എന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ സ്റ്റോപ്പ് എന്ന് വെറുതെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഒരു ശക്തി, കുറച്ചും കൂടി ശക്തമായ ഒന്നാണ് ടു പുട്ട് എ സ്റ്റോപ്പ് ടു എന്നുള്ളത്. I know what you're thinking. Who's that dashing rogue on the pig? I know what are you thinking. എനിക്കറിയാം what are you thinking, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. Who is that dashing rogue on the pig? Who is that, ആരാണത്, ഡാഷിങ്
റോക്ക്. സുന്ദരനായ തമ്മാടി, സുന്ദരനായ വില്ലൻ ആരാണ്? ഓൺ ദ പിക്ക് ആ പന്നിയുടെ മുഖത്തുള്ള ആ സുന്ദരനായ കള്ളൻ, രസകരമായ തമ്മാടി ആരാണെന്ന് അർത്ഥം. ഇവിടെ നമുക്ക് പരിചയപ്പെടേണ്ടത് ഡാഷിങ് എന്നുള്ള വേർഡാണ്. ഡാഷിങ് എന്ന് പറഞ്ഞാൽ നല്ല ചുറുചുറുക്കുള്ള എന്നർത്ഥമാണ് വരുന്നത്, നല്ല ചുറുക്കുള്ള സുന്ദരനായ എന്നർത്ഥത്തിലാണ് വരുന്നത്. ഈ റോഗ് എന്ന് പറഞ്ഞാൽ തമ്മാടി, പ്രകൃതി എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ചീത്ത വാക്കല്ല കേട്ടോ. നിങ്ങൾ ലവബിൾ റോഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ലവബിൾ റോഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. That would be me, Tai Shenren. And if I weren't so busy being a super impressive, butt-kicking, day-saving monk, I've been told I could be a model. വുഡ് ബി മീ, തായ് ഷൻറൻ. ദാറ്റ് വുഡ് ബി മീ, അത് ഞാനായിരിക്കും. എന്നിട്ട് അയാളുടെ പേര് പറയാണ്. അതായത് നമ്മളൊക്കെ ഇറ്റ്സ് മീ ഇത് ഞാനാണെന്ന് പറയല്ലേ. അതൊക്കെ പറയുന്നേക്കാളൊക്കെ കുറച്ച് കൂടിയിട്ട് സ്റ്റൈലായി പറയുന്ന, അമേരിക്കക്കാർക്ക് സ്റ്റൈലായിട്ട് പറയുന്നതാണ് ദാറ്റ് വുഡ് ബി മീ. ഒരു പക്ഷേ അത് ഞാനായിരിക്കാം അല്ലോ. അതെ, അതായത് നമുക്കൊരു ഉദാഹരണം നോക്കാം അല്ലേ. ഒരു ഉദാഹരണം നോക്കാം. ബോസ് ചോദിക്കുകയാണ്, ഹൂ ഫിനിഷ്ഡ് ദിസ് പ്രൊജക്ട് സോ ക്വിക്ക്ലി. ആരാണ് ഈ പ്രൊജക്റ്റ് ഇത്രയും പെട്ടെന്ന് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, ഓ ദാറ്റ് വുഡ് ബി മീ സർ എന്ന് പറയാം. ഓക്കെ, സർ അത് ഞാനാണെന്ന് പറയുന്നത് പറയാം, ഇതിങ്ങനെ പറയാം. ഓക്കെ. ആൻഡ് എ മോഡൽ, ഐ ഹാവ് ബീൻ ടോൾഡ് ഐ കുഡ് ബി എ മോഡൽ. ഞാനൊരു മോഡൽ ആകേണ്ട ആളാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടോൾഡ്, ഇതൊരു പാസീവ് വോയിസ് ആണ്. അതായത് ഇവിടെ ആര് പറഞ്ഞു എന്നല്ല, എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഐ കുഡ് ബി എ മോഡൽ, എനിക്കൊരു മോഡലാകാമായിരുന്നു എന്ന് എന്നോട് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഒരു ഉദാഹരണം നോക്കിയാലോ. ഐ ഹാവ് ബീൻ ടോൾഡ് ദാറ്റ് ഐ സിംഗ് വെൽ. ഞാൻ നന്നായി പാടുമെന്ന് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥത്തിൽ. കുഡ് ബി എന്ന എനിക്ക് അതൊരു മോഡൽ വെർബാണ്. അതിന് ഉദാഹരണം നോക്കിയാൽ യു കുഡ് ബി എ ഗ്രേറ്റ് ഡോക്ടർ വൺ ഡേ. നിനക്ക് ഭാവിയിൽ ഒരു വലിയ ഡോക്ടറാകാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഓവർ സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ